യെസ്, ഗുഡ് ഈവനിങ് ഓൾ. യെസ്. എല്ലാവരും പെട്ടെന്ന് വീഡിയോ ആണെങ്കിൽ കുറച്ച് പേരുടെ വീഡിയോ ഓഫ് ആണല്ലോ. വേഗം ആയിക്കോട്ടെ, പെട്ടെന്ന് ആയിക്കോട്ടെ. യെസ്, ഗുഡ് ഈവനിങ് ഇവാറോസ് മെസ്സേജ് അയച്ചിട്ടോ. അതാണ് കുറച്ച് വിചാരിക്കരുത് ഇവാറോസിന് എന്താ സെപ്പറേറ്റ് ഇത്. യെസ്, രാവിലെ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു രാവിലെ ഉണ്ടായില്ലേന്ന്. രാവിലെ മെസ്സേജ് ഒന്നും അയച്ച് കണ്ടില്ല. സാറ് പറഞ്ഞു ഉണ്ടായിരുന്നു, മിണ്ടാതിരുന്നേണെന്ന്. ഓക്കെ, യെസ്, റെഡി ആണോ എല്ലാവരും? ഓക്കെ. ആത്മിക എന്താണ് കഴിച്ചോണ്ടിരിക്കണേ? ബിസ്ക്കറ്റൊക്കെ ആണെന്ന് തോന്നുന്നു. എന്താണൊക്കെ കുത്തി കേട്ടുണ്ട്. യെസ്, നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തായിരുന്നു? ഇപ്പോൾ ഒരു എമൗണ്ടിന്റെ 10% കൂടുന്നു എന്ന് പറഞ്ഞാൽ, 10% ഇൻക്രീസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 100%തോടൊപ്പം 10 കൂട്ടിയിട്ട് അത് മൊത്തത്തിൽ ഇനി എത്ര ശതമാനമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടിയത്? രാവിലെ 110% നമ്മൾ അതിനെ എടുക്കുന്നു. ഓക്കെ, എന്താണ് 110% നമ്മൾ അതിനെ എടുക്കുന്നു. ഇനി 10% കുറയുകയാണെങ്കിലോ 10% ലെസ്. 10% ലെസ് ആണെങ്കിലോ, കുറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരാളൊന്ന് പറഞ്ഞേ. ആരാ വിളിക്കുന്നത് സാറേ? റേച്ചലിനെ വിളിക്കാം. റേച്ചലേ പറഞ്ഞേടാ, 10% കുറയുകയാണെങ്കിലോ? 100 - 10. യെസ്, വെരി ഗുഡ് മിടുക്കി. 100 - 10% ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ എത്രയായി മാറും? 90%. ഓക്കെ, 90% മാറി അല്ലേ? അപ്പോൾ 10 കൂടുവാണെങ്കിൽ 10 കൂട്ടണം, 10 കുറയുമ്പോൾ അത് കുറച്ചിട്ട് 90% എഴുതണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞ കാര്യം? അപ്പൊ ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ മക്കളെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. 187ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ. 187 ആണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എന്താണ് എന്ന് നോക്കാം. നോക്കിക്കേ, ഒരു ബൈസൈക്കിൾ, ഒരു സൈക്കിൾ വാങ്ങിക്കുന്നതിനെ പറ്റിയാണ്. സാറേ സൈക്കിൾ ഉണ്ടായിരുന്നോ? സൈക്കിൾ വിറ്റു അല്ലേ? പണ്ട് ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു സൈക്കിൾ, പിന്നെ പോയി അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും സൈക്കിളൊക്കെ ഉണ്ടാവും അല്ലേ? നോക്കിയേ, എ ബൈസൈക്കിൾ ഒറിജിനലി പ്രൈസ്ഡ് അറ്റ് 4000 rupees. 4000 rupees. സൈക്കിളിൽ സ്കൂളിൽ പോയിട്ട് എത്ര പേരുണ്ടോന്ന് ടാറ്റ വന്നേ. സൈക്കിളിലാണ് യാത്ര എങ്കിൽ യെസ്. ഓക്കെ, അപ്പോൾ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോൾ എത്ര രൂപയാണെന്നാ പറയുന്നത്? 4000 രൂപയാണ് സൈക്കിളിന് വില പറഞ്ഞത്. എത്രയാണ് മക്കളെ? 4000 രൂപ. 4000 രൂപയായിരുന്നു നമ്മുടെ സൈക്കിളിന്റെ വില പറഞ്ഞത്. ഇറ്റ്സ് നൗ സോൾഡ് ഫോർ 15% ലെസ്. അപ്പൊ നമ്മൾ ഒരാഴ്ച മുന്നേ ചോദിച്ചപ്പോൾ അതിന് 4000 രൂപയാണെന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ അതിന്റെ വില എത്രയാണ്? ഇപ്പോൾ അതിന്റെ വില ഒരു 15% കുറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 15% ലെസ് ആണ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? എത്രയാണ്? 15% കുറഞ്ഞു. ശ്രദ്ധിക്കുക കേട്ടോ, കുറഞ്ഞോ കൂടിയോ എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വാട്ട് ഈസ് ദ കറന്റ് പ്രൈസ്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സൈക്കിൾ വാങ്ങിക്കാനായിട്ട് പോയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് ചോദ്യം. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ഒറിജിനൽ പ്രൈസ് എഴുതാം. ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു നമ്മുടെ കയ്യില്? ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. എത്ര രൂപയാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ പ്രൈസ്? 4000 രൂപയായിരുന്നു അല്ലേ? 4000 രൂപയായിരുന്നു ഒറിജിനൽ പ്രൈസ്. അതിനകത്ത് ഉണ്ടായ വ്യത്യാസം എന്താണ്? 15% റിഡക്ഷൻ അല്ലെങ്കിൽ 15% ഡിക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 15% റിഡക്ഷൻ, 15% കുറവ്. ഓക്കെ, 15% കുറവാണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറയാണെന്നുണ്ടെങ്കിൽ 100ൽ നിന്ന് കുറയ്ക്കണം, കൂടാണെന്നുണ്ടെങ്കിൽ 100നോടൊപ്പം കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻ എഫക്ട് എത്ര രൂപയുടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? 100% നിന്നും എത്രയുടെ കുറവാണ്? എത്രയാണ് നമ്മൾ കുറച്ചെടുക്കേണ്ടത്? നദാൽ ജോർജിനെ വിളിക്കാം സാറേ. പറഞ്ഞിട മോനെ, എത്രയാണ് നമ്മൾ കുറയ്ക്കേണ്ടത് 100ൽ നിന്നും? പോയോ? ഇല്ല. സംസാരിച്ചട മോനെ, എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര ശതമാനത്തിന് വ്യത്യാസം അല്ലെങ്കിൽ എത്ര ശതമാനത്തിന് കുറവാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നേ? ഹലോ ശരി, അത് കണക്ട് ചെയ്യാതാണ് ഇരുന്നേ. ഹലോ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് ആന്റണി. ഹലോ, അവന്റെ സൗണ്ട് പ്രശ്നമുണ്ടല്ലോ സാറേ. നമുക്ക് വേറൊരാളെ വിളിക്കാം കേട്ടോ. വേറൊരാളെ വിളിക്കാം കേട്ടോ മോനെ. യെസ്, ആരെ വിളിക്കാം? ഗൗരി. ഗൗരി പറഞ്ഞേടോ, ഇന്ന് മാത്സ് വെച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലാന്ന്? അത്രയ്ക്കാണ് നന്നായിട്ടില്ല. പറഞ്ഞോ, എത്രയാണ്? സബ്ജക്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, യെസ്, പറഞ്ഞേട മോനെ, എത്രയാണ് കുറയ്ക്കേണ്ടത്? ഇവിടെ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നേ?
15%. യെസ്, 15% നമുക്ക് കുറയ്ക്കേണ്ടത് അല്ലെ. അപ്പൊ 100-ൽ നിന്നും 15 കുറയ്ക്കണം. എത്രയാണ് 100-ൽ നിന്ന് 15 കുറച്ചാൽ എത്ര ശതമാനമാണ് ബാക്കി വരിക? കാർത്തിക എന്താണ് പരിപാടി? കത്രിയൊക്കെ എടുത്തിട്ട് ഒക്കെ മാറ്റി വെച്ചേ. ചെയ്ത് കഴിഞ്ഞ ഇത് ബുക്കൊക്കെ അടച്ചു വെച്ചേക്കണ എന്താ? ഒന്നുമില്ല, ബുക്ക് തുറന്നു വെച്ചേ. അത് ശരി, അവിടെ വേറെന്തൊക്കെയോ പരിപാടിയിലാണ്. നോട്ട് എവിടെ? നോട്ട് എവിടെ ഉണ്ട്? അതെടുത്ത് കൈ പിടിക്കേ. അവിടെ ഇരുന്നാ മതി. അത് ചെയ്യണ്ടേ? 85. അത് തന്നെ, 85%. ഓക്കെ ആണല്ലോ. എല്ലാവർക്കും 85% കിട്ടിയില്ലായിരുന്നോ? യെസ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 15% കുറഞ്ഞു. ഇനി നമ്മുടെ ഒറിജിനൽ പ്രൈസ് ആയിട്ടുള്ള 4000-ന്റെ 85% കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ വില കിട്ടും. എന്താണ് ഇപ്പോഴത്തെ വില കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ കറന്റ് പ്രൈസ് സൈക്കിളിന്റെ ഇപ്പോഴത്തെ വില 4000-ന്റെ എന്താണ് മക്കളെ? 85% കണ്ടുപിടിച്ചാൽ പോരെ. അതായത് 15% കുറഞ്ഞു. ഓക്കെ, ക്ലിയർ? 4000 ഇൻറ്റു 85/100. 2 0 മുകളിൽ നിന്നും താഴെ നിന്നും കട്ട് ചെയ്ത് കളയാം. 40 ഇൻറ്റു 85 ചെയ്തിട്ട് ആൻസർ പെട്ടെന്നൊന്ന് പറഞ്ഞേ. കുറെ പേർ ആൻസർ പറയുന്നുണ്ട്. 85/100-നെ നമുക്ക് മറ്റൊരു രീതിയിലും കട്ട് ചെയ്യാം. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ 5-ന്റെ ടേബിളിൽ കൊടുക്കുമല്ലോ. ചെയ്തോ? കുറെ പേർ ആൻസർ പറയുന്നുണ്ടായിരുന്നു. ആദ്യം എന്ത് ചെയ്യാം മക്കളെ? 85/4 ചെയ്യാം കേട്ടോ. 85/4 ചെയ്തിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണോ ചെയ്തെങ്കിൽ ടാറ്റ തന്നെ. 0 മാറ്റി നിർത്തിയിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്തേ? യെസ്, കുറെ പേര് അങ്ങനെയാണ് ചെയ്തത്. വെരി ഗുഡ്. 85/4. അപ്പൊ എത്രയാണ്? 5/4 20. മുകളിൽ 2 വരും. 8 4 32 2 34. സോ 340 എന്ന് വരും. ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നോക്കി മക്കളെ, 600 രൂപ കുറഞ്ഞു അല്ലെ? 600 രൂപ കുറഞ്ഞിട്ട് ഇപ്പൊ എത്രയാണ് അതിന് വില? 3400 രൂപ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ 3400 രൂപയാണ് ഇപ്പൊ നമ്മുടെ സൈക്കിളിന്റെ വില. അപ്പോൾ 85/100 ചെയ്യുന്നതിന് പകരം നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാലോ. 4000 ഇൻറ്റു 85/100 നമ്മൾ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 17/20 എന്നാ വരിക. നോക്കിക്കേ മക്കളെ, 4000 ഇൻറ്റു ഇതും കൂടി എഴുതി വെക്കാം കേട്ടോ. ഓർ എന്ന് കൊടുത്തിട്ട് ഇതും കൂടി എഴുതി വെക്കാം. 4000 ഇൻറ്റു 17/20. 17/20 എവിടെ നിന്നാ കിട്ടിയേ? വൈഗ ഒന്ന് പറഞ്ഞേ. വൈഗ ടി ബി പറഞ്ഞോ. 17/20 എങ്ങനെ കിട്ടിയതാ? 17/20 ചുമ്മാ ഒരു രസത്തിന് ഇട്ടാണോ? അല്ല, ഈ 17/20 എവിടെന്നാ കിട്ടിയത്? കേൾക്കുന്നില്ലേ? എവിടെന്നാ കിട്ടിയേ? 85-ഉം 100-ഉം എന്ത് വെച്ച് കട്ട് ചെയ്തപ്പോഴാ 17/20 കിട്ടിയേ? 85 എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? ബാക്കിയുള്ളവരൊന്ന് കൈ കൊണ്ടാണ് യെസ്, 5-ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 5-ന്റെ മൾട്ടിപ്പിൾ ആണ്. 5 വെച്ചിട്ട് നമ്മൾ 85-നെയും 100-നെയും കട്ട് ചെയ്താൽ 17/20 ആയി. മുകളിൽ നിന്നും താഴെ നിന്നും 2 0s കട്ട് ചെയ്ത് കളയാം. 400-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും മക്കളെ? 200 എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു അല്ലെങ്കിൽ 200 ഇൻറ്റു 17 ചെയ്യുമ്പോൾ 2 ഇൻറ്റു 17 ചെയ്യാം. അതായത് 17-ന്റെ ഇരട്ടി. 17-ന്റെ ഇരട്ടി 34 ആണ്. 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ 3400? മനസ്സിലായോ? ഇതും കൂടി എഴുതി വെക്കാം കേട്ടോ. ഇതും കൂടി എഴുതി വെക്കാം. ഓക്കെ. ജോഷുവ പറയണ ആദ്യത്തെ അങ്ങനെ ചെയ്താൽ പോരെ, ഇതൊക്കെ എന്തിനാണ് ചെയ്യണേന്ന് അല്ലേ ജോഷുവ? ഓക്കെ, കുറെ പേര് അതാ വിചാരിച്ചേക്കണെന്ന് എനിക്കറിയാം. പക്ഷെ എഴുതി വെക്കട്ടോ. ഈ ബാറൂസിന്റെ കിടിലൻ ടീഷർട്ടാണല്ലോ സാർ, അതേ പോണ്. ഓക്കെ, അപ്പൊ എത്രയാണ്? 3400. 3400 ആൻസർ കിട്ടിയില്ലേ? ഇതും കൂടി എഴുതി വെക്കണം കേട്ടോ. ഓർ എന്ന് കൊടുത്തിട്ട് ഇതും കൂടി എഴുതി വെക്കാം. യെസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ സുമയ്യ? ഓക്കെ അല്ലേ? യെസ്, ഡബിൾ ഓക്കെ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തിലേക്ക് കടന്നാലോ? ഓക്കെ, കടന്നോട്ടെ. ആദിത്യൻ, എന്താണ് ഇവിടെ പരിപാടി? എന്താണ് സാധനം കയ്യിലിരിക്കണേ? അതൊക്കെ എടുത്ത് മാറ്റി വെക്കി. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. നോക്കിയേ മക്കളെ, 187-ാമത്തേലെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അബ്രാം. യെസ്, ഐ ആം അബ്രാം. അബ്രാമിന്റെ പേര് വെച്ചിട്ട് എടുപ്പോടാ. ഓക്കെ, സംശയം ചോദിച്ചോടാ മോനെ. അബിയാമോൾ, ABI അൺമ്യൂട്ട് ചെയ്തോടാ. ചോദിച്ചോ.
15 വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ 15 കണ്ടുപിടിക്കണം. അതായത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായാലും ഇതൊന്നും വായിക്കണ്ടേ. 4000ന്റെ ആദ്യം 15% കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? 15% കണ്ടുപിടിക്കുമ്പോൾ 3/20 എന്ന് വരും. അതായത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 200 × 3 600 എന്ന് വരും. അതാണ് 15%. 600 രൂപയാണ് കുറഞ്ഞേക്കണേ. ഓക്കെ, അത് 4000-ൽ നിന്ന് 600 കുറച്ചാൽ മതി. നമുക്ക് ഇപ്പോഴത്തെ ആൻസർ കിട്ടില്ലേ, 3400. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. പക്ഷെ മറ്റേതാകുമ്പോൾ എന്താ, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം നമുക്ക്. ഓക്കെ, ആ ഒരു മെത്തേഡാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ? പല രീതിയിൽ പെർസെൻറ്റേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് മെത്തേഡാണ്. ക്ലിയർ? എന്താണ് തന്നെ ഇരുന്ന് ചിരിക്കണേ? ഓക്കെ ശരി. നമുക്കപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ദ മന്ത്ലി സാലറി ഓഫ് എ പേഴ്സൺ വാസ് 30,000 rupees ലാസ്റ്റ് ഇയർ. എന്താണ് ഒരു ആളുടെ മാസ വരുമാനം? എത്ര രൂപയാ? 30,000 രൂപയാണ് അല്ലെ. 30,000 rupees, 30,000 രൂപയാണ് നമ്മുടെ ആളുടെ എന്ത് മാസ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താഴത്തേക്ക് എഴുതാം നമുക്ക് മന്ത്ലി ഇൻകം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചെഴുതാം. മന്ത്ലി ഇൻകം, മാസ വരുമാനം. മലയാളം മീഡിയംകാര് മാസ വരുമാനം എന്ന് കൊടുക്കാം. ഓക്കെ, മന്ത്ലി ഇൻകം എത്ര രൂപയായിരുന്നു? 30,000 രൂപ. എഴുതിക്കോളൂ. 30,000 rupees. 30,000 rupees എഴുതിയോ? 30,000 എഴുതിയില്ലേ? 30,000 rupees എഴുതി. ഓക്കെ, നമ്മൾ ബാക്കി വായിച്ചില്ല. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. നോക്കിക്കേ. ദിസ് ഇയർ ഹി ഗോട്ട് ആൻ 80% റേസ്. അപ്പൊ എന്താണ്, ഈ വർഷമായപ്പോ, കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് 30,000, ഈ വർഷമായപ്പോ പുള്ളിക്ക് ഒരു 8% വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ്? 8% രൂപ കൂടി അല്ലെ. ഇപ്പൊ സാലറി എത്രയാണോ അതിന്റെ 8% കൂടി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സാലറി എത്രയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ തന്നെ. ക്വസ്റ്റ്യൻ ആദ്യം ക്ലിയർ ആക്കണം കേട്ടോ. പെർസെന്റേജിന്റെ ഒരു പ്രത്യേകത എന്നാണ്, നമ്മൾ പെർസെന്റേജിൽ മാത്രമല്ല ഫ്രാക്ഷൻ, റെസിപ്രോക്കൽ അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നേ. ഫ്രാക്ഷനിലും റെസിപ്രോക്കലും കണ്ടിട്ടില്ലേ? ഫ്രാക്ഷനിൽ എന്താ, ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തു, അത് പകുതിയായിട്ട് കുറെ പേർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാ. ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോ ഇപ്പോഴത്തെ സാലറി എത്രയാണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സാലറി എത്ര നമുക്ക് നോക്കാം. എത്രയാണ് ഇവിടെ ഉണ്ടായിരുന്ന ചേഞ്ച്? എത്രയാണ്? 8% ഇൻക്രീസ്. 8% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ആണ് നമ്മൾ ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കണേ കേട്ടോ. 8% ഇൻക്രീസ്, 8% വർധനവ്. അങ്ങനെയാണെങ്കിൽ ഇൻ എഫക്ട് മൊത്തത്തിൽ എത്രയാണ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക? 100% മൊത്തത്തിലുള്ള പെർസെൻറ്റേജ്. അതിൽ 8% കൂടി എന്ന് പറയുമ്പോൾ ഇപ്പോ എത്ര ശതമാനമാണ് ഇൻ എഫക്ട് മൊത്തത്തിൽ വന്നിരിക്കുന്ന മാറ്റം എത്രയാണ്? സാർ ഒന്ന് വിളിക്കാമോ? യെസ്, നിയ ജോഷിയെ വിളിക്കാം. ആ പറഞ്ഞേടാ മോനെ, എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാം 8% കൂടി എന്ന് പറയുമ്പോ? നമ്മൾ നേരെ കണ്ടുപിടിക്കുമ്പോ എങ്ങനെയാ? അത് നോർമൽ മെത്തേഡാണ്. നമ്മൾ കുറച്ചും കൂടി ലെവല് കൂടി ഇപ്പോ ഡിവൈഡാ ഓടിക്കും. ഞാൻ ഇവിടുന്ന് 8% കൂടി എന്ന് പറയുമ്പോ ഡിവിഷണൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ ചാപ്റ്റർ ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് ഏറ്റവും ആദ്യം തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നാ? നോക്കിയേ, ഇത് എന്തുവാ ഇത്? മോർണിംഗ് ക്ലാസ്സിലല്ല, അതിപ്പോ മോർണിംഗ് ക്ലാസ്സിലായിരുന്നെങ്കിൽ ഞാനില്ലാന്ന് പറയാനായിരിക്കും. ഇതെന്താ എഴുതി വെച്ചേക്കണ മത്തങ്ങാശ്ശേരത്തിൽ? ഞാൻ കൂടിക്കഴിഞ്ഞാൽ അത് 10% കൂടുവാണെങ്കിൽ 100-നോടൊപ്പം എന്താണ്? 100-നോടൊപ്പം എന്താ ചെയ്തേക്കണേ? പ്ലസ് ചെയ്യുന്നു. ഇവിടെ കൂടുവാണോ കുറയുവാണോ ഉണ്ടായത്? ഈ സാലറിയുടെ കേസിൽ കൂടുവാണോ കുറയുവാണോ ഉണ്ടായിരിക്കുന്നത്? കൂടി. അപ്പൊ എന്ത് ചെയ്യണം? 100%-ഓടൊപ്പം കൂട്ടണം. എന്ത് കൂട്ടണം? എത്ര ശതമാനം കൂടിയേക്കണേ സാലറി? 8% കൂട്ടണം. ക്ലിയർ ആണോ? അപ്പൊ എത്ര കിട്ടും ആൻസർ? 100 + 8%, ദാറ്റ് ഈസ് 108%. 108%. സൈഡിൽ എല്ലാവരും എഴുതി വെച്ചേ. 100 + 8%, 108%. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ആദ്യം എന്തിന്റെ 30,000-ന് 8% കണ്ടുപിടിച്ചിട്ട് 30,000-ന് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ പഠിച്ചു പോവുക. കാരണം ഇതാണ് നിങ്ങൾക്ക് പിന്നീടത്തേക്ക് ആവശ്യമുള്ളത്. ഓക്കെ, പ്രസന്റ് സാലറി, ഇപ്പോഴത്തെ വരുമാനം. പ്രസന്റ് സാലറി, ഇപ്പോഴത്തെ വരുമാനം
എങ്ങനെ കണ്ടുപിടിക്കാം ഇപ്പോഴത്തെ വരുമാനം? ഒരാളൊന്ന് പറഞ്ഞേ, ഇതൊന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞേടാ. യെസ്, ശ്രേയനെ വിളിക്കാം സാറേ. ശ്രേയ കുറേ നേരമായി എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് കൈവീശുന്നു. ആ പറഞ്ഞോ. ആ 30,000 ഓക്കെ, വെരി ഗുഡ്, മിടുക്കി. 30,000 ഇൻറ്റു 108/100 ചെയ്താൽ മതി അല്ലേ? 108/100 ചെയ്താൽ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ ആണോ? യെസ്, വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യാം? മുകളിൽ നിന്നും താഴെ നിന്നും 2 zeros ഇവിടെ നിന്ന് 2 0 കട്ട് ചെയ്യാം, ഇവിടെ നിന്ന് 2 0 കട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക്? 300 ഇൻറ്റു 108. എന്താണ്? 300 ഇൻറ്റു 108 ചെയ്യുമ്പോൾ നേരിട്ട് നമ്മുടെ ആൻസർ കിട്ടും. യെസ്, വെരി ഗുഡ്. ആദ്യദേവി കറക്റ്റ് ആണ്, സൂപ്പർ. 300 ഇൻറ്റു 108. 300 ഇൻറ്റു 108 ചെയ്യുമ്പോൾ എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ? 0നെ ആദ്യം തന്നെ ഓടിക്കുക. 108 ഇൻറ്റു 3 ചെയ്ത് എല്ലാവരും. എന്നിട്ട് ലാസ്റ്റ് 2 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോഴും 0 ഇട്ട് ആരെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ? യെസ്, ഉണ്ട്. ഗൗരി പത്മ, വെറുതെയാണ് മാത്സ് പാടാവണത്. എല്ലാം ആ രീതിയിൽ ചെയ്യുള്ളൂ, എന്നിട്ട് മാത്സ് ഇഷ്ടമല്ലെന്ന് പറയും. 0 ഇടല്ലേടാ, 0 അവസാനം ഇടുന്നേ. 0 ഇട്ടാൽ തെറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്തു നോക്കിയേ. 300 ഇൻറ്റു 108 പകരം 300 ഇൻറ്റു 108 0 ഇട്ട് ചെയ്യുന്നതിന് പകരം 3 ഇൻറ്റു 108 ചെയ്യാം. ലാസ്റ്റ് 0 ഇട്ട് കൊടുത്താൽ മതി. 0 എങ്ങും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, 108 ഇൻറ്റു 3 ചെയ്താൽ മതി. 108 ഇൻറ്റു 3 ചെയ്യാം. ആ കണ്ടിപ്പോ തള്ളിപ്പോരും ചെയ്തിരുന്ന്. ആ 108 ഇൻറ്റു 3 ചെയ്തേ. ഓക്കെ, കിട്ടിയോ? 108 ഇൻറ്റു 3. 108 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 8 3 24. മുകളിൽ 2 ഇട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക. 324 ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. 2 0 അവസാനം ഇട്ട് കൊടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, കറക്റ്റ് ആയില്ലെങ്കിൽ ഒരു പത്മ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാത്സ് എളുപ്പത്തിൽ ചെയ്യേണ്ടത് കേട്ടോ. മാത്സ് ആരും എളുപ്പമാക്കി തരില്ല, നമ്മൾ തന്നെ അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കണം. ഓക്കെ, യെസ്. ക്ലിയർ ആണോ? 32,400 രൂപയാണ് അപ്പോൾ പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ സാലറി. അപ്പൊ 2,400 രൂപ എന്തായി? കൂടി. അപ്പൊ എത്ര രൂപ കൂടിയേക്കുന്നേ? 2,400 രൂപയല്ലേ കൂടിയത്? 30,000 ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 2,400 കൂടി, ഇപ്പൊ 32,400 ആയി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ? ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് അത്യാവശ്യം ഇച്ചിരി എന്താ പറയാ മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. 187-ാമത്തേല് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 187-ാമത്തേല് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ? തുടങ്ങാം. കിടിലൻ കുപ്പിയാണല്ലോ. കുപ്പി നോക്കി സാറേ, ഗൗരി പത്മയുടെ. കൊള്ളാലേ, നല്ല വലിപ്പുണ്ട്. ഒരെണ്ണം വാങ്ങിച്ച ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അയ്യോ, നീലയുണ്ട് കാണില്ല സാറേ. എൻ്റെ കറുപ്പുണ്ട്. ഇത് എൻ്റെയാ, ഇതെൻ്റെ സ്വന്തം. കൊള്ളാം, സൂപ്പറായിരുന്നു അല്ലേ? എനിക്ക് അറിയാല്ലെങ്കിൽ സൂപ്പറാണെന്ന്. നോക്കാം. ആദിദേവി പേനയൊക്കെ കടിച്ചിരിക്കുകയാണ് ഇവിടെ. നോക്കാം, നോക്കിക്കേ എന്താ പറയുന്നത്. ഇഫ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ആർ റെഡ്യൂസ്ഡ് ബൈ 10% ഈച്ച്, by what percentage would the area be reduced? അല്ലെ, പെട്ടെന്ന് നമുക്ക് ഒന്നും മനസ്സിലാവാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേ മക്കളെ, നമ്മുടെ ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, നമ്മുടെ ഒരു ചതുരം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിനകത്ത് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്, ഇതിന്റെ നീളവും വീതിയും ഒരു 10% വെച്ചിട്ട് റെഡ്യൂസ് ബൈ 10%, 10% വെച്ചിട്ട് കുറയാണ്. എന്താണ്? കൂടുകയാണ് ഉണ്ടായേ? അല്ല, കുറയുന്നു. അതായത് നീളവും കുറയുന്നു, വീതിയും കുറയുന്നു. ഓക്കെ, നീളവും കുറയുന്നു, വീതിയും കുറയുന്നു. അത് പുറത്തു പറയാൻ പറ്റില്ല ഇവാറോസേ, അത് എന്റെ സീക്രട്ട് ആണ്. ഓക്കെ, ഇവാറോസിന് വേണ്ടി മാത്രമേ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അല്ലേ. നോക്കിക്കേ മക്കളെ, നീളം ദേ ഇത്രയും കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഇതൊരു 10% ആണെന്ന് വിചാരിക്കാം. ആൻഡ് ദേ ഇവിടത്തെ വീതി നമ്മളൊരു 10% കുറഞ്ഞു. ദേ ഈ ഒരു നീളവും 10% കുറഞ്ഞു. അപ്പൊ നമ്മുടെ പുതിയ റെക്ടാംഗിൾ ഇതേ ചെറുതായിട്ട് വരൂലേ? റെക്ടാംഗിൾ ചെറുതാവൂലേ? വലിയ റെക്ടാംഗിൾ 10% നീളവും വീതിയും കുറഞ്ഞപ്പോ റെക്ടാംഗിൾ ഒന്നുകൂടി ചെറുതാവില്ലേ? അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ, റെക്ടാംഗിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? കാൽവിൻ പോളെ നീ തന്നെ പറ. കാൽവിനെ അവന്റെ സങ്കടായി. ആ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. കാൽവിനെ എവിടെ? കാൽവിനോട് സാറേ. പറ. റെക്ടാംഗിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ പറ. മിണ്ടാതെ തുടങ്ങാനിരുന്നാ മതിയായിരുന്നു. L into V. യെസ്, വെരി ഗുഡ്, മിടുക്കൻ.
ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. അത് ആദ്യം തന്നെ ഒന്ന് എഴുതി വെച്ചേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. ചതുരത്തിന്റെ പരപ്പളവ്, മലയാളം മീഡിയംകാർ എഴുതാം, ചതുരത്തിന്റെ പരപ്പളവ്. നേഹാമസ് എവിടെയാണ് അല്ലെ? നേഹാമസ് വരും, ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, ഞാനും കണ്ടിട്ട് കുറെ നാളായി. എന്താണ് ബ്രേക്കിന് വരാൻ പറയാൻ? എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ട് ആന്റണി, എന്തോ കാര്യമായിട്ട് പറയാനുണ്ട് അവന്. ഓക്കെ യെസ്. അപ്പൊ എന്താണ്? ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ യെസ്. അപ്പോൾ നീളം ഇൻറ്റു വീതിയാണ് എന്ത് മക്കളെ? നമ്മുടെ ചതുരത്തിന്റെ പരപ്പളവ്. ഓക്കെ ആണോ? അത് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ മുകളിലത്തെ ഏറ്റവും ആദ്യത്തെ റെക്ടാംഗിൾ ആണ് ഇത്. ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ റെക്ടാംഗിൾ. ഓക്കെ, അതിൽ നിന്നും 10% വീതിയും കുറയുന്നു, 10% നീളവും കുറയുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ പുതിയ ഏരിയ, പഴയ ഏരിയ ആയിരുന്നു നമ്മുടെ ഇപ്പൊ ഒരു എ ആണ് പഴയ ഏരിയ എന്ന് വിചാരിക്കാം, ബി ആണ് പുതിയ ഏരിയ എന്ന് വിചാരിക്കാം. അപ്പൊ പഴയ ഏരിയയും പുതിയ ഏരിയയും ഒരുപോലെ ആയിരിക്കോ? ഒരുപോലെ ആയിരിക്കോ? ആയിരിക്കോ? ആണോ അല്ലയോ? അല്ല. എന്തായാലും നീളത്തിലും വീതിയിലും ഉണ്ടായ ചേഞ്ച് ഏരിയനെയും എഫക്ട് ചെയ്യും ആണല്ലോ. അത് എത്രയാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അതായത് ബൈ വാട്ട് പെർസെന്റേജ് വുഡ് ദ ഏരിയ ബി റെഡ്യൂസ്? എത്ര ശതമാനം അതിന്റെ പരപ്പളവ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് രണ്ടും കുറയല്ലേ ചെയ്തത്? ലെങ്ത്തും കുറഞ്ഞു, ബ്രെഡ്ത്തും കുറഞ്ഞു. അപ്പോൾ ഏരിയയും സ്വാഭാവികമായിട്ട് എന്താണ്? കുറയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത് എത്ര ശതമാനമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. റെഡി? അപ്പൊ ആദ്യം തന്നെ നമുക്ക് എഴുതണം ഏരിയ. ഏരിയ ഈസ് ഈക്വൽ ടു, വേറൊരു കളർ എടുക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. ആ പാർവതി മിസ് ഉണ്ട് കേട്ടോ. പാർവതി മിസ് ഇതിപ്പോ വന്നിട്ട് പോയുള്ളൂ. ഹിന്ദി റിവിഷൻ പാർവതി മിസ് അല്ലേ ഇന്ന്? അപ്പോ ഇവിടെ ഉണ്ട്. ബ്രാവോ, ക്യാമറ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വച്ചേടാ. ഫോണിൽ തൊട്ടാ നിനക്ക് ഇടിയാണ്ടിനി. സർ ഒന്ന് പറഞ്ഞേക്കട്ടെ അവന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ ലെങ്ത് എത്ര കുറഞ്ഞു എന്നാ പറയുന്നേ? ഡിക്രീസ് ബൈ 10% ആണല്ലോ. ലെങ്ത് ഡിക്രീസ് ബൈ 10%, ബ്രെഡ്ത്തും അതുപോലെ തന്നെ അല്ലേ, ഡിക്രീസ് ബൈ 10%. ഓക്കെ, ലെങ്ത് ഡിക്രീസ് ബൈ 10%, ബ്രെഡ്ത്ത് ഡിക്രീസ് ബൈ 10%. ഓക്കെ, അതൊന്ന് സൈഡിൽ എഴുതി വെച്ചോളൂ. ഓക്കെ, അതൊന്ന് സൈഡിൽ എഴുതി വെച്ചോളൂ. ഓക്കെ, ചുമ്മാ നമുക്ക് അറിയാൻ വേണ്ടി ഒന്ന് എഴുതി വെക്കാനാ പറഞ്ഞത്. ഓക്കെ യെസ്. അപ്പോൾ നമ്മുടെ പുതിയ ലെങ്ത് എത്രയാണ്, പുതിയ ബ്രെഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കാടാ മക്കളെ, പറയണ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, ആദ്യം ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് പറയാൻ വന്നത്? ഏരിയ നമ്മൾ ഓൾറെഡി എഴുതി. ലെങ്ത് 10% കുറയുന്നു, ബ്രെഡ്ത്തും 10% കുറയുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ ഏരിയ എത്രയാണ്, പുതിയ ലെങ്ത് എത്ര, പുതിയ ബ്രെഡ്ത്ത് എത്ര എന്നാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, പുതിയ ലെങ്ത് എത്ര, പുതിയ ബ്രെഡ്ത്ത് എത്ര? കാരണം 10% കുറഞ്ഞില്ലേ? യെസ്. കുറയുമ്പോൾ നമ്മൾക്കറിയാം മൊത്തം 100% ആണെങ്കിൽ അതിൽ നിന്നും 10% കുറച്ചിട്ട് ഇപ്പൊ എത്രയാ മൊത്തത്തിൽ വരേണ്ടത്? 90% അല്ലേ? 90% അല്ലേ? അതായത് പഴയതിന്റെ 90% പുതിയ ലെങ്ത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. പഴയ ലെങ്ത്തിന്റെ 90% പുതിയ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എഴുതാലോ. യെസ്, L1 എന്നാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. L1 എന്നാണ് നമ്മൾ പുതിയ ലെങ്തിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, പുതിയ ലെങ്തിന് കൊടുക്കുന്ന പേര് L1 എന്നാണ്. അതായത് പഴയ ലെങ്ത് ആയിട്ടുള്ള എല്ലിന്റെ 90%, പഴയ ലെങ്ത് ആയിട്ടുള്ള എല്ലിന്റെ 90%. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ എഴുതി പോവാ കേട്ടോ. ഓക്കെ, ഇത് ഓൾജിബ്രി ഒന്നും അല്ല ഈ വാറോസേ. 90/100. 0 മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എത്ര വരും? L ഇൻറ്റു 9/10 എന്ന് വരും. ഇവിടെ വരെ എഴുതിക്കേ. പുതിയ ലെങ്ത് നമ്മളിപ്പോ എഴുതി. 90% ആണ് കണ്ടുപിടിക്കേണ്ടത്. പഴയ ലെങ്ത്തിന്റെ 90% പുതിയ ലെങ്ത്. ദാറ്റ് ഈസ് L ഇൻറ്റു 9/10. ക്ലിയർ? ഓക്കെ ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താണ്? പുതിയ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം. പുതിയ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ബ്രെഡ്ത്ത് ഇൻറ്റു 90%. ബ്രെഡ്ത്തിലും 90% അല്ലേ കുറഞ്ഞത്? ബ്രെഡ്ത്തിലും 90% അല്ലേ കുറഞ്ഞത്? രണ്ടിലും 90% കുറഞ്ഞു എന്നാ പറഞ്ഞേക്കണേ അല്ലേ? രണ്ടിലും 10% കുറഞ്ഞു എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ എന്തായിരിക്കണം? ഇതും 90% തന്നെയാണ്. ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ B ഇൻറ്റു 90%. പുതിയ ബ്രെഡ്ത്തിന് നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? B1 എന്ന് കൊടുക്കാം കേട്ടോ. B1 എന്ന് കൊടുക്കാം. B1ഉം L1ഉം പുതിയ ലെങ്ത്, പുതിയ ബ്രെഡ്ത്ത്. ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? പഴയ ബ്രെഡ്ത്ത് ആയിട്ടുള്ള ബിന്റെ 90/100. 90/100 എഴുതിക്കേ.
പൂജ്യം പൂജ്യം കട്ട് ചെയ്ത് കളയാം, പൂജ്യം പൂജ്യം കട്ട് ചെയ്ത് കളയാം. b into 9/10 എന്ന് വരും. പുതിയ ബ്രെഡ് ആണ്, പുതിയ ബ്രെഡ് ആണ്. b into 9/10, b into 9/10. ഓക്കെ ആണോ? ഇത്രയും വരെ എഴുതി കഴിഞ്ഞോ? ഇത്രയും വരെ എഴുതി കഴിഞ്ഞോ? ഒന്ന് നോക്കിക്കേ, ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നോക്കിക്കേ. യെസ്, ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഏരിയയുടെ ഇക്വേഷൻ എഴുതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്. ഓക്കെ, അതിനുശേഷം പുതിയ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമുക്കറിയാം പഴയ ലെങ്ത്തിന്റെ 10% കുറഞ്ഞിട്ടുണ്ട് പുതിയ ലെങ്ത് ആണല്ലോ. അപ്പൊ പഴയ ലെങ്ത്തിന്റെ 90% കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം 100ൽ നിന്ന് 10% കുറച്ചാൽ മതി എന്ന് നമുക്കറിയാം. സോ L into 90%, L എന്ന് പറയുന്നത് പഴയ ലെങ്ത് ആണ്, അതിന്റെ 90%. സോ L into 90/100, 0 കട്ട് ചെയ്ത് കളഞ്ഞു, L into 9/10 എന്ന് വന്നു ആണല്ലോ. ഇനി അതിനുശേഷം താഴത്തും ഇതേ പരിപാടി കുറയുകയല്ലേ ചെയ്തേ, 10%. ആദ്യത്തെ ഉറക്കം വേണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ b into 90%, b into 9/10 നമുക്ക് ഇവിടെയും കിട്ടി. ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഒന്ന് നോക്കിക്കേ ഇതുവരെ ചെയ്തത്. നമുക്ക് പതിയെ പതിയെ പോവാം, അല്ലെങ്കിൽ അത് തെറ്റും. ഓക്കെ, യെസ്, പതിയെ പതിയെ പോവാം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതുവരെ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കി. ബിസ്മി വായിച്ചു നോക്കിയിടോ? ഓക്കെ, കറക്റ്റ് ആണ് റിയ. കാൽവിനെ വായിക്കുന്നില്ലേ? നാളെ മോർണിംഗ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, അത് ഇൻഫോം ചെയ്യുവേ. നാളെ മോർണിംഗ് മിക്കവാറും ഉണ്ടാവും. ഓക്കെ, യെസ്, കുറച്ച് പേര് അയക്കുന്നുണ്ട്, കുറച്ച് പേരുടെ ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന ഒരു ഇക്വേഷൻ, പുതിയൊരു ഇക്വേഷൻ പഠിക്കാൻ പോകുന്നത്. പെർസെന്റേജ് ചേഞ്ചിന്റെ ഇക്വേഷൻ. എന്താണ് പെർസെന്റേജ് ചേഞ്ച്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് പെർസെന്റേജ് വുഡ് ദ ഏരിയ ബി റെഡ്യൂസ്? എത്ര ശതമാനമാണ് ഇതിന്റെ ഏരിയ കുറയുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, എത്ര ശതമാനമാണ് അതിന്റെ ഏരിയ കുറയുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അതേ ഏത് കൃഷ്ണ, നമുക്ക് നാളെ സെൻഡ് ഓഫ് എടുത്തു അല്ലേ സാറേ? നാളെ സെൻഡ് ഓഫ് ഇല്ലടാ, നാളെ രാവിലെ, നാളെ വൈകിട്ട് ക്ലാസ് ഇല്ലേടാ. നാളെ ഇന്ദ്രീത് സാർ ആയിരിക്കും വരുന്നത്, ഞാൻ ഉണ്ടാവില്ല, ഇന്ദ്രീത് സാർ ആയിരിക്കും സെൻഡ് ഓഫിന് മിക്കവാറും. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. പെർസെന്റേജ് ചേഞ്ച് ഇക്വേഷൻ എഴുതിക്കേ. പെർസെന്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു പെർസെന്റേജ്. സ്കൂളിൽ സെൻഡ് ഓഫ് ആണെന്നോ? അങ്ങനെ നാളെ കേക്ക് മതി, കേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോ പെർസെന്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു ജോഷുവ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. നോക്കിക്കേ മക്കളെ, അതായത് പെർസെന്റേജ് ചേഞ്ചിൽ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് ഓൾഡ് മൈനസ് ന്യൂ ഡിവൈഡഡ് ബൈ ന്യൂ ഇൻറ്റു 100. എഴുതി വെച്ചേ. അതായത് എത്രയാണ് നമുക്ക് ചേഞ്ച് ഉണ്ടായത്, അതാണ് നമ്മൾ ഓൾഡ് മൈനസ് ന്യൂവിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ താഴത്തൊരു മറ്റൊരു ഇക്വേഷൻ കൂടെ എഴുതാം. ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. ന്യൂ അല്ല, ഓൾഡ് ആണ്. യെസ്, ഒറിജിനൽ ഇൻറ്റു 100 രണ്ടും എഴുതിക്കോട്ടോ. ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 എന്നിട്ട് ഒരു ബോക്സിലാക്കി വെക്കണം. ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. എവിടെ പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ് കേട്ടോ. ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. ഓക്കെ, എഴുതിയോ? പെർസെന്റേജ് ചേഞ്ചിന്റെ ഇക്വേഷൻ എഴുതിയോ? ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളിവിടെ പുതിയ ലെങ്ത്തും പുതിയ ബ്രെഡും കണ്ടുപിടിച്ചു. ഇനി എന്താ? പുതിയ ഏരിയ കണ്ടുപിടിക്കണ്ടേ? ഏരിയ കണ്ടുപിടിച്ചോ നമ്മള്? ഇല്ല. പുതിയ ലെങ്ത്തും പുതിയ ബ്രെഡും എന്താണ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പുതിയ ഏരിയ കണ്ടുപിടിക്കണം. ന്യൂ ഏരിയ താഴ്ത്തേക്ക്. ന്യൂ ഏരിയ പുതിയ പരപ്പളവ്. താഴ്ത്തേക്ക് മക്കളെ. പുതിയ പരപ്പളവ് എന്തായിരിക്കും ചെയ്യണ്ടേ? നമ്മുടെ ഇവിടുത്തെ L1ഉം B1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ആണല്ലോ. L1 ആണ് പുതിയ ലെങ്ത്, B1 ആണ് പുതിയ ബ്രെഡ്ത്ത്. അപ്പൊ അവരെ തമ്മിലല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ക്ലിയർ ആണോ അബ്ദുൾ റഹ്മാനെ? ക്ലിയർ ആണോ? ഒരു ഡൗട്ട് ആണല്ലോ മുഖത്ത്. L1 ഇൻറ്റു B1. ഞാൻ അല്ലെങ്കിൽ ഒന്നുകൂടി പറയും, കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, L1 ഇൻറ്റു B1. L1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാ? L ഇൻറ്റു 9/10 അല്ലേ? L ഇൻറ്റു 9/10 ആണ് L1 എന്ന് പറയുന്നത്. B1 എത്രയാ? B ഇൻറ്റു 9/10 ആണല്ലോ. B ഇൻറ്റു 9/10. ഓക്കെ,
ക്ലിയർ? ഇനി അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 9/10 ഇൻറ്റു 9/10. നോക്കിക്കേ മക്കളെ, 9/10 ഇൻറ്റു 9/10. 9 ഇൻറ്റു 9 എത്രയാണ്? 9 ഇൻറ്റു 9 ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. യെസ്, 81 ആണ് അല്ലേ? അപ്പൊ 81/100. 81/100 എന്നാണ് നമ്മുടെ നമ്പർ കിട്ടേണ്ടത്. 81/100 നമ്പർ ആയിട്ട് ഇടാം. അതിനോടൊപ്പം തന്നെ എല്ലും ബിയും കൊടുക്കണം കേട്ടോ. എല്ലും ബിയും മറന്നു വരുതേ. എല്ലും ബിയും മറന്നു വരുത്, അതും കൂടി ഇടാം. 81/100 ഇൻറ്റു എൽ ഇൻറ്റു ബി. ക്ലിയർ? ഇനി നമുക്ക് ഓക്കെ ആണല്ലോ അല്ലേ? 81/100 ഇൻറ്റു എൽ ഇൻറ്റു ബി. ഇനി പഴയതിൽ നോക്കിക്കേ, നമ്മുടെ ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ട് ആര്? എൽ ബി എന്ന് മാത്രമേ ഉള്ളൂ. പഴയ ഏരിയ എന്താ? എൽ ബി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? എൽ ബി എന്ന് മാത്രമേ ഉള്ളൂ. പഴയതും കൂടി ഒന്ന് നോക്കണം കേട്ടോ, കാരണം പഴയതും പുതിയതും വെച്ചിട്ടാണ് നമ്മൾ ചേഞ്ച് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ? പഴയ ഏരിയ എത്രയുണ്ടായിരുന്നു, പുതിയ ഏരിയ എത്രയാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ചേഞ്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏരിയയുടെ ഇക്വേഷൻ കൂടി കറക്റ്റ് ആയിട്ടൊന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കി എടുത്തേ. ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിലാക്കി എടുത്ത എല്ലാവരും, അല്ലെങ്കിൽ പിന്നെ മറന്നു. അതാണ്, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല മനസ്സിൽ. അപ്പൊ പുതിയ ഏരിയ 81/100 ആണ്, പഴയ ഏരിയ എൽ ബി ആണ്. 81/100 എ ബി ഓക്കെ. ആൻഡ് പഴയ ഏരിയനെ നമ്മൾ മൊത്തത്തിൽ 100% ആയിട്ടാണ് കൂട്ടുന്നത്. ഞാൻ ഒന്ന് മാറ്റുന്നുണ്ടേ. പഴയ ഏരിയനെ നമ്മൾ മൊത്തത്തിൽ 100% ആയിട്ടാണ് കൂട്ടുന്നത്. കാരണം ഏറ്റവും വലുത് പഴയ ഏരിയ ആയിരുന്നു അല്ലേ? കാരണം ഇപ്പൊ കുറയാണ് ചെയ്തത്. അപ്പൊ നേരത്തെ ഏരിയ ഏറ്റവും വലുതുണ്ടാവാം. 100% ആയിരിക്കണം മുന്നത്തെ ഏരിയ. ക്ലിയർ ആണോ? 100% ആയിരിക്കണം മുന്നത്തെ ഏരിയ. അതായത് 100/100 ആയിരുന്നു. 100/100 എൽ ബി ആയിരുന്നു നേരത്തെ. അതും കൂടി ഒന്ന് എഴുതി വെച്ചേ. 100% എന്ന് പറഞ്ഞാൽ എന്താ? 100/100 ആണ് കേട്ടോ. ഏതിനെയും താഴത്തെ ഡിനോമിനേറ്ററിൽ 100 വരുന്നതാണ് നമ്മുടെ പെർസെൻറ്റേജ്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ 100/100 എൽ ബി. അതുവരെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. അതുവരെ ഒന്ന് എഴുതി വെക്കണം. ഇനി നമുക്ക് ചേഞ്ച് നോക്കാം. എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നോക്കിയാലോ? നേരത്തെ നിന്നും ഇപ്പോഴത്തേക്ക് എത്ര വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് ചേഞ്ച് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ചേഞ്ച് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. യെസ്, ചേഞ്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ പഴയത് എത്രയായിരുന്നു? പഴയത് ഓൾഡ് എത്രയായിരുന്നു? 100/100 എൽ ബി ആയിരുന്നു പഴയ ഏരിയ. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ. ആദ്യത്തെ ഏരിയ 100/100 എൽ ബി ആണെന്ന് നമ്മൾ പറഞ്ഞു. പുതിയതോ ന്യൂ എത്രയാണ്? ഒരാളോടൊന്ന് ചോദിക്കാം സാറേ, പുതിയ ഏരിയ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത്? നിരഞ്ജനെ വിളിക്കാം. ഓക്കെ, നിരഞ്ജന പറഞ്ഞേടാ പുതിയ ഏരിയ. യെസ്, 81/100. ഒരാളും കൂടി ഉണ്ടല്ലോ, എൽ ബി. യെസ്, 81/100 എൽ ബി. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് രണ്ടിലും ചേഞ്ച് ഉള്ളത് ആർക്കൊക്കെയാണ് മക്കളെ? ആകെ ചേഞ്ച് വരുന്നത് ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 81 ആണ്. മനസ്സിലായോ? ബാക്കിയെല്ലാം ഒരുപോലെയല്ലേ? പിടികിട്ടിയോ? മുകളിൽ 100 ആണ്, താഴത്തിൽ വരുമ്പോഴേക്കും അത് 81 ആയി മാറി. മനസ്സിലായോ? അപ്പൊ ആദ്യത്തേന്ന് 100നെ മാത്രം എടുക്കുക, രണ്ടാമത്തേന്ന് 81നെ മാത്രം എടുക്കുക. താഴത്തെ എങ്ങനെയാ വരേണ്ടത് നോക്കിക്കേ മക്കളെ. ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമ്മുടെ ഓൾഡ് മൈനസ് ന്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ്, അല്ലെങ്കിൽ ഒറിജിനൽ തന്നെയാണ് താഴത്ത് വരേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൽ വരേണ്ടത് എപ്പോഴും ഒറിജിനൽ എമൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഒറിജിനൽ ഏരിയ ആയിരിക്കണം. ക്ലിയർ ആയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ശ്രാവൺ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഡിനോമിനേറ്ററിൽ ഓറഞ്ച് ഒക്കെ കഴിച്ചിരിക്കുകയാണ് ഇവിടെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സാറേ. അവനെ ശ്രാവൺ ശ്യാം. എന്താ ഞാൻ പറഞ്ഞേ? ഒറിജിനൽ എമൗണ്ട് ആയിരിക്കണം. വെരി ഗുഡ്, മിടുക്കൻ. ഒറിജിനൽ എമൗണ്ട് ആയിരിക്കണം എപ്പോഴും. എന്താണ് ഡൗട്ട്? ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഓക്കെ, ശരി, പേടിക്കണ്ട, ഞാൻ ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ താഴത്ത് ഡിനോമിനേറ്ററിൽ വരേണ്ടത് എപ്പോഴും ഒറിജിനൽ എമൗണ്ട് ആണ്. ഒറിജിനൽ എമൗണ്ട് ഇവിടെ എത്രയാ? ഒറിജിനൽ ഏരിയ എത്രയായിരുന്നു? ആദ്യത്തെ ഏരിയ എത്രയായിരുന്നു? കൈകൊണ്ട് കാണിച്ചേ. ആദ്യത്തെ ഏരിയ യെസ് 100 ആയിരുന്നു അല്ലേ? 100ൽ നിന്നാണ് ഇപ്പൊ 81ലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ 100 - 81 അല്ലെങ്കിൽ ഇൻറ്റു 100 കൂടി ഉണ്ട്. 100 ഇടാൻ വിട്ടു വരുന്നത്. 100 - 81 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. ഓക്കെ, കുറെ 100 വന്നല്ലേ ഇവിടെ. യെസ്, 100 ആദ്യം തന്നെ കട്ട് ചെയ്തോ. 100 ആദ്യം തന്നെ കട്ട് ചെയ്താൽ ബാക്കി എത്രയാണ്? 100 - 81 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. എത്രയാ? 100ൽ നിന്ന് 81 കുറച്ചാൽ എത്രയാ? 100ൽ നിന്ന് 80 കുറച്ചാൽ 90 ആണ് വരുന്നത് അല്ലേ?
സോറി അത് തന്നെ 90 വരുന്നത്. 100 80 കുറച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കിട്ടി. സോറി 100 80 കുറച്ച് 20 വരുന്നത്. 20 വീണ്ടും 1 കുറയ്ക്കുമ്പോൾ 19 വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? 19%. 100 മൈനസ് 81. ആൻസർ 19% ആണ് നമുക്ക് എന്ത് വരുന്നത്? എമൗണ്ട് വരുന്നത്. അപ്പൊ എത്രയാണ് കുറഞ്ഞത്? 19% ആണ് നമുക്ക് ആൻസർ വരേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അല്ലെങ്കിൽ മറ്റോടത്ത് 81 കിട്ടി, ഇവിടെ സോറി ആദ്യം 100 കിട്ടി, പിന്നെ 81 ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എത്രയുടെ വ്യത്യാസം ഇവിടെ ഉണ്ടായത്? 19 വ്യത്യാസമല്ലേ ഉണ്ടായത്. അത് നമുക്ക് നോർമലി കണ്ടാൽ തന്നെ പറയാവുന്ന കാര്യമല്ലേ. പക്ഷെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി 19% കിട്ടിയത് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കി. ശ്രാവണേ ഇനി ചോദിച്ചോ. ഈ ഓറഞ്ചിന്റെ തൊലി ഒന്ന് കളഞ്ഞോട്ടെ. ഓക്കെ, ചോദിച്ചോ. എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ? സാലറിയുടെ ക്വസ്റ്റ്യൻ. 30,000 into 8/100 അപ്പൊ അത് കുറഞ്ഞ എമൗണ്ട് അല്ലേ? അതായത് എത്ര കൂടി പ്ലസ് ചെയ്ത് അപ്പോൾ ആൻസർ കിട്ടി. കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റേതാകുമ്പോൾ നമുക്ക് നേരിട്ട് കിട്ടും. നമ്മൾ 8% കൂട്ടിയെടുക്കുമ്പോൾ 108/100 എടുക്കുമ്പോൾ നേരിട്ട് ആൻസർ കിട്ടും. കൂട്ടാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഓക്കെ, യെസ്. ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. ഓക്കെ അല്ലേ ശ്രാവണി? ഓക്കെ, യെസ്. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ച്. ആദ്യം മുതൽ എല്ലാവരും കൂടി ഒന്ന് ചെയ്യിപ്പിക്കാം. സ്കൂളിൽ ചെയ്യിപ്പിച്ചത് ഇങ്ങനെയാണ്. ഓക്കെ, യെസ്. അജയ് ഫ്രം ആലുവ. ഓക്കേടാ, യെസ്. അപ്പൊ നോക്കി, എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു. റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 10% വീതം കുറഞ്ഞു. അപ്പൊ നമ്മുടെ പുതിയ റെക്ടാങ്കിൾ ഇതായിരുന്നു അല്ലെ. ഈ മഞ്ഞ കളറിൽ ഞാനിപ്പോൾ വരച്ച റെക്ടാങ്കിൾ ആണ് ഈ കാണുന്ന ചെറുത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കുറയുന്നതിനനുസരിച്ച് അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയയിലും വ്യത്യാസം ഉണ്ടാവും. ആണല്ലോ. അപ്പൊ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതി. ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ നീളം ഇൻറ്റു വീതി എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് എങ്ങനെയാണ് പുതിയ ഏരിയ അല്ലെങ്കിൽ പുതിയ ലെങ്ത്, പുതിയ ബ്രെഡ്ത്ത് ഒക്കെ എഴുതാനായിട്ട് പോവാം. ഏറ്റവും ആദ്യം നമ്മൾ ഫസ്റ്റത്തെ ഏരിയ എഴുതി, അല്ലെങ്കിൽ ഒറിജിനൽ ഏരിയ ആദ്യത്തേതിന്റെ പരപ്പളവ് എഴുതി. ഏരിയ ഈസ് ഈക്വൽ ടു L ഇൻറ്റു ബി അല്ലെങ്കിൽ LB എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം LB എന്ന് പറയുമ്പോൾ എന്താ? 100% ആണ്. മൊത്തത്തിലുള്ളത് 100% നമ്മൾ എടുത്തിരിക്കുന്നത്. 100% നിന്നും കൂടുന്നു കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് എപ്പോഴും 100% ആയിരിക്കും. അതിൽ നിന്ന് കൂടാം കുറയാം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി 100% ആണെന്ന് നമുക്ക് മനസ്സിലായി. 100% എന്ന് പറയുമ്പോൾ 100/100 LB എന്ന് എഴുതാം. ഓക്കെ, അതിനുശേഷം താഴത്തേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുതിയ ലെങ്ത് കണ്ടുപിടിച്ചു, പുതിയ ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു. 10% കുറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? 100ൽ നിന്നും 10% കുറച്ചിട്ട് നമുക്ക് 90% കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ് അല്ലെ. L അല്ലേ നമ്മളിവിടെ ഒറിജിനൽ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ L-ന്റെ 90%. ഓക്കെ, L-ന്റെ 90%. അപ്പോൾ 90% എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? L ഇൻറ്റു 9/10 എന്ന് കിട്ടും. 0 നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തൊക്കെ കളഞ്ഞു. അപ്പോൾ L ഇൻറ്റു 9/10 എന്ന് കിട്ടും. ബ്രെഡ്ത്തിലും ഇതേ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യണം എന്നില്ല. ആൻസർ എന്ത് തന്നെയാ? B ഇൻറ്റു 9/10 എന്ന് വരും. കാരണം ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിച്ചത്. ബ്രെഡ്ത്തിന്റെ 90%. സോ B ഇൻറ്റു 9/10 എന്ന് അവിടെയും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? അടുത്തയിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി പെർസെൻറ്റേജ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പുതിയൊരു ഇക്വേഷൻ കൂടെ പഠിക്കണം. എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ? ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്തായിരുന്നു? ഒറിജിനൽ എമൗണ്ട് എപ്പോഴും ഡിനോമിനേറ്ററിലായിരിക്കണം വരേണ്ടത്. ഡിനോമിനേറ്ററിലാണ് ഒറിജിനൽ എമൗണ്ട് വരേണ്ടത്. ഇൻറ്റു 100. അപ്പുറത്ത് എന്താണ്? ഇൻറ്റു 100 കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞേ. പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. മാറ്റം ഡിവൈഡഡ് ബൈ എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന എമൗണ്ട് ഇൻറ്റു 100. ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. അപ്പൊ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? നേരത്തെ ഉണ്ടായിരുന്നത് എത്ര, ഇപ്പൊ എത്ര മാറി, അതിനകത്ത് ഉണ്ടായ കൂടുതലാണോ കുറവാണോ എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമ്മൾ ഇൻറ്റു 100. താഴത്തെ ഡിനോമിനേറ്റർ വരേണ്ടത് പഴയ എമൗണ്ട് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അതൊക്കെ എഴുതി വെച്ചു. അതിനുശേഷം നമുക്ക് പുതിയ ഏരിയ കണ്ടുപിടിക്കണം. എത്രത്തോളം ചേഞ്ച് ഉണ്ടായി നമുക്ക് മനസ്സിലാവണ്ടേ? പുതിയ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ L1 ഇൻറ്റു B1 ചെയ്തു. L1 ഇൻറ്റു B1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 81/100 LB എന്നാണ് കിട്ടിയത്. 9/10 ഇൻറ്റു 9/10 ഇൻറ്റു 9/10 തേനാ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 9/10 ഇൻറ്റു 9/10 81/100 എന്ന് കിട്ടി. ഓക്കെ ആണോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് പോയി. അപ്പൊ നമുക്കറിയാം ഓൾഡ് എന്ന് പറയുന്നത് 100/100 LB ആണ്, അല്ലെങ്കിൽ 100% ആണ്.
പുതിയതെന്ന് പറയുന്നത് 81/100 LB ആണ്, അതായത് 81% ആണ്. അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടായ ചേഞ്ചിനോട് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, 100% നിന്നും 81% മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോഴും നമുക്ക് നേരിട്ട് 19% കിട്ടൂലേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? അപ്പൊ 100 - 81 നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനെ വിചാരിച്ചാലോ, അതായത് ആദ്യം 100% ആയിരുന്നു, ഇപ്പൊ 81% അതിനർത്ഥം എത്ര ശതമാനത്തിന് വ്യത്യാസം ഉണ്ടായി? 19% വ്യത്യാസമല്ലേ ഉണ്ടായത്. ഓക്കെ ആണോ? മനസ്സിലായോ? അങ്ങനെ ആലോചിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്താണ് ചെയ്തത്. മനസ്സിലായോ? ചേഞ്ച് ഈസ് ഈക്വൽ ടു ഒറിജിനൽ മൈനസ് percentage change is equal to change divided by original into 100. Okay, change divided by original into 100. Clear ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? അങ്ങനെയാണ് നമുക്ക് 19% എന്നുള്ള ആൻസർ കിട്ടിയത്. ഓക്കെ, ഇതിൽ തന്നെ എക്സാമിന് എങ്ങനെയാണെന്നറിയോ, ചെറിയ മാറ്റം വരുത്തുന്നത് ബ്രെഡ്ത്ത് കുറയുന്നു ലെങ്ത് കൂടുന്നു എന്നൊക്കെ പറയും. എന്താണ്? ബ്രെഡ്ത്ത് കുറയുന്നു, അപ്പൊ എന്തായിരിക്കണം? അത്ര ശതമാനം കുറയ്ക്കണം. ലെങ്ത് കൂടുമായിരുന്നെങ്കിലോ അത്ര ശതമാനം കൂട്ടണം. പിടികിട്ടിയോ? മനസ്സിലായോ പറഞ്ഞത്? അതായത് 10% കൂടി എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ 10% കൂടി എന്നായിരുന്നെങ്കിൽ എങ്ങനെ ആയനെ? ഇവിടെ ബ്രെഡ്ത്തിൽ 10% വർധനമാണ് ഉണ്ടായെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? b into 110/100 എന്നല്ലേ എഴുതേണ്ടത്. കത്തിയെങ്കിൽ ചാറ്റ് വന്നേ. മനസ്സിലായ? 10% കൂടി എന്നാണ് പറയുന്നതെങ്കിൽ b into 110/100 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, 110/100 0 കട്ട് ചെയ്യുമ്പോൾ 11/10 എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിൽ രണ്ടും ഇൻക്രീസ് ആണ്. നോക്കിക്കേ, രണ്ടും ഇൻക്രീസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഡിക്രീസ് ചെയ്ത പോലെ തന്നെ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ 11/10 ആയിരിക്കും ഒരെണ്ണത്തിൽ കിട്ടുന്നത്, അടുത്തതിൽ കിട്ടുന്നത് 11/10 ആയിരിക്കും. രണ്ടിലും 11/10 തന്നെ കിട്ടും, കാരണം 110 അല്ലേ വരുന്ന രണ്ടിലും. മനസ്സിലായോ പറഞ്ഞ കാര്യം? യെസ്. നാളെ ക്ലാസ് ഇല്ല, അപ്പൊ സുഖായില്ലേ? ഓക്കെ, യെസ്. ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നാളത്തേക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ വൈഷ്ണവി, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഡൗട്ടോ? യെസ്, കുറച്ചൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. ഡൗട്ട് ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ലാസ്റ്റ് നിന്നാൽ മതി, ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്ക് എടുക്കാം. 7:16 ആയി. അപ്പോൾ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. 5 മിനിറ്റ് ആണ് ബ്രേക്ക് അല്ലേ സർ? യെസ്, 5 മിനിറ്റ് ആണ് ബ്രേക്ക് കേട്ടോ.